ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങിയ ടൈമായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ ആറ്റുകോവിൽ പൊങ്കാലല്ലേ 13-ാം തീയതി. അപ്പോൾ എൻ്റെ ശിങ്കിടികളായിട്ടെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ലൈറ്റും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരുമായിട്ടൊന്ന് പോയതാണ്. നമ്മളെല്ലാ വർഷവും പോകുന്നതാണ്. അപ്പോൾ ഈ വർഷം അത് മുടക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിറയെ ഫാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. തൊട്ടാ പൊള്ളുന്ന വിലയാണ് ഗൈസ്. ആകപ്പാടെ എനിക്ക് ഇത്തിരി അഫോർഡബിളായിട്ട് തോന്നി ഈ ഒരു ബാഗ്. ടെഡി ബിയറിൻ്റെ ഒരു ബാഗാണ്. 200 റുപ്പീസേ ഉള്ളൂ. അത് ഞങ്ങൾ മേടിച്ചു. പെറ്റ് ഷോ, ഗാനമേള, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ ഡാൻസ്, അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ആവശ്യത്തിന് റഷൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും നല്ല റഷാണ് പൊങ്കാലയുടെ തലയ്ക്ക് ദിവസം. എല്ലാവർക്കും ഇന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല, അങ്ങ് ഇറങ്ങി. പിന്നെ ഗായത്രി മതി നമ്മുടെ ഡുണ്ടു അച്ചുമൈലാഞ്ചൊക്കെ അടിക്കുകയാണ്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒന്നാമത്തെ കാരണം അത് കിടക്കൂല, 2 ദിവസം ആകുമ്പോഴത്തേക്ക് അത് പോകും. പിന്നെ എനിക്ക് അല്ലാതെ അലർജിയാണ്. ആ പൈസ ഉണ്ടെങ്കിൽ വല്ല വാഴയ്ക്ക ബജി വാങ്ങിച്ച് കഴിക്കാം. അവിടെ കിടന്ന് 2 റൗണ്ട് അടിച്ചപ്പോൾ നമ്മൾ ടിവിയും ഫുഡ് വ്ളോഗറായി നമ്മൾ അൽഫുഡി സൂരജേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് വാഴയ്ക്ക ബജി വാങ്ങിച്ചു, മുളക് ബജി വാങ്ങി. പിന്നെ ഞാൻ 2 നല്ല ബഡ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല ബാർഗിൻ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ആറ്റുകാൽ ബെസ്റ്റ് സ്പോട്ടാണ് നമ്മളുടെ ഹിന്ദിക്കാരികൾ വിൽക്കുന്ന കമ്മൽ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് അവരുടെ. പിന്നെ വന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. ഓരോരുത്തർ ഓരോ ഫ്ലേവറാണ്. അത് പറഞ്ഞിട്ട് സമയം കളയാൻ താല്പര്യമില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു വിളക്കെട്ടൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ വീട്ടിലോട്ട് വണങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.